പൊതുജന നന്മയ്ക്കായി കത്തോലിക്കരും മുസ്ലിങ്ങളും ജൂതന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. CCC 841. പൊതു നന്മയ്ക്കായി കത്തോലിക്കരും മുസ്ലിങ്ങളും ജൂതന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. What did Vatican II say about Muslim? The Council moved decisively away from these attitudes of contempt. It taught that both these religions were rooted in worship of the one true God, and for this reason were to be greatly valued. Catholics should work together with Jews and Muslims for the common good. ഇതാണ് വത്തിക്കാൻ കൗൺസിലിൻ്റെ, അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൂടി തീരുമാനിച്ച 841 ഒരു പ്രമേയം, ഒരു റെസൊല്യൂഷനാണ് ഞാനിവിടെ വായിച്ചത്. ഒന്നും കൂടെ നിങ്ങളുടെ അറിവിലേക്ക് അത് വീണ്ടും ഞാൻ വായിക്കുകയാണ്. അത് വായിക്കണം, വായിക്കാതിരിക്കാൻ പറ്റില്ല. വാട്ട് ഡിഡ് വത്തിക്കാൻ II say about Muslim? The council moved decisively away from these attitudes of contempt. It taught that both these religions were rooted in worship of the one God, one true God, and for this reason were to be greatly valued. Catholics should work together with the Jews and Muslims for the common good. യഹൂദന്മാരോടും മുസ്ലിങ്ങളോടുമുള്ള മനോഭാവം സഭ മാറ്റണം. അതാണ് ഇപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞതാണ്. നിന്ദ്യമായ നിലപാടുകളിൽ നിന്നും കൗൺസിൽ പിന്മാറണം. ഈ രണ്ട് മതങ്ങളും, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നവർ ആകയാൽ അവരെ വളരെയധികം വിലമതിക്കേണ്ടതുണ്ട്. പൊതുനന്മക്കായി കത്തോലിക്കരും ജൂതന്മാരും മുസ്ലിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് അധികാരമൊന്നായില്ല. 1900 ആണ് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഈ സെക്കൻഡ് കൗൺസിലിൻ്റെ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി 1993 നവംബർ 1 ഇത്തരമൊരു തീരുമാനം ഈ പറഞ്ഞായ വത്തിക്കാൻ സിറ്റി എടുത്തത്. അതായത് വത്തിക്കാൻ കൗൺസിൽ 1993 നവംബർ 1 ഇങ്ങനെ കൗൺസിൽ കൂടി തീരുമാനമെടുക്കുന്നത്. ഈ തീരുമാനമാണ് ഇന്നും നിലവിൽ നിൽക്കുന്നത്. ആ തീരുമാനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നത്തെ കത്തോലിക്ക സമൂഹം ആ കൗൺസിലിൻ്റെ തീരുമാനത്തെ തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഭേദഗതികൾ വരുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു അമെൻമെൻറ്റ് നടന്നിട്ടില്ല. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഖുർആൻ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഖുർആനിൽ പറയുന്നത്? നമുക്ക് നിസ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതെടുക്കാം. അധ്യായം 4 വാക്യം 171, അതായത് സൂറ 4 ആയ 171. എന്താ അതിൽ പറയുന്നത്? വേദക്കാരെ, നിങ്ങൾ മതകാര്യങ്ങളിൽ അതിര് കവിയരുത്. അല്ലാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയുമരുത്. തൃത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ നന്മക്കായി ഇതിൽ നിന്നും വിരമിക്കുക. തനിക്കൊരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവനെ
അവൻ എത്രയോ പരിശുദ്ധനത്രേ. അതായത് ക്രിസ്ത്യാനികൾക്കുള്ള താക്കീതാണിത്. എന്താണത്? വേദക്കാരെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമുള്ള താക്കീതാണ് മുസ്ലിംസിൻ്റെ. എന്താണത്? നിങ്ങൾ മതകാര്യങ്ങളിൽ അതിര് കവിയരുത്. അള്ളാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയരുത്. ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു പോകരുത്. നിങ്ങളുടെ നന്മയ്ക്കായി ഇതിൽ നിന്നും വിരമിക്കുക. തനിക്ക് ഒരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധൻ. ഇത് ഞാൻ വിവരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ദൈവത്തിനൊരു സന്താനമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ മ്ലേച്ഛമായ ഒരു കാര്യമാണ്, വളരെയധികം മോശമായ ഒരു കാര്യമാണ്. കാരണം മക്കൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ, ദൈവത്തിന് മക്കൾ അങ്ങനെ ജനിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തൃത്വം നിങ്ങൾ ഉച്ചരിച്ചു പോകരുത്. ആ വാക്ക് തന്നെ നിങ്ങൾ പറയാൻ പാടില്ല, ഉച്ചരിച്ചു പോകരുത്. നിങ്ങളുടെ നന്മയ്ക്കായി ഇതിൽ നിന്നും മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനമായ വിശ്വാസം എന്താണ്? ത്രിത്വമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ മൂന്നില്ലെങ്കിൽ ക്രിസ്തീയ മതമില്ല. ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് മുഹമ്മദീയർ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്യുന്നത്. ആഹ്വാനം ചെയ്യുക മാത്രമല്ല, വളരെ കർശനമായി താക്കീത് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തെന്താണ് പറയുന്നത്? നമുക്ക് അധ്യായം 5 വാക്യം 17 നോക്കാം. സൂറ 5 ആയ 17 എന്താ പറയുന്നത്? മറിയമിൻ്റെ മകൻ മസീഹ് തന്നെയാണ് അല്ലാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. അതായത് യേശു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞവരൊക്കെ തന്നെ അവിശ്വാസികളാണ്. അവർ ദൈവവിശ്വാസികളല്ല എന്നാണ് അവർ സമർത്ഥിക്കുന്നത്. അടുത്തെന്താ വേദത്തിൽ പറയുന്നത്? ഖുറാനിലാണ് ഇതൊക്കെ പറയുന്നത്. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. സൂറ 5 ആയ 14. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു ജനിച്ച്, മരിച്ച്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഏകദേശം 800-900 വർഷം കഴിഞ്ഞിട്ടാണ് ഖുർആൻ തന്നെ വെളിച്ചം കാണുന്നത്. ആ ഖുർആനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം. അപ്പോൾ മുഹമ്മദ് താക്കീത് നൽകുകയാണ്. മുഹമ്മദ് നബി ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും താക്കീത് നൽകുന്നു. എന്താണത്? വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ പലതും മറച്ചു വയ്ക്കുന്നു. അപ്പോൾ ഈ വേദഗ്രന്ഥത്തിൽ ഉള്ളത് പലതും നമ്മൾ മറച്ചു വച്ചിരിക്കുന്നു. എന്നിട്ടോ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു മുഹമ്മദ് നബി. നിങ്ങളോട് പല കാര്യത്തിലും ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ നോക്കുക. ബൈബിൾ ഈ ലോകത്തിൽ പ്രചരിച്ചതിന് ശേഷം 500-600 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാൻ തന്നെ ഉണ്ടാകുന്നത്. ഖുറാൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ ഈ ഖുറാൻ അവതരിക്കുന്നത്. ആ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതാണ് 700 വർഷം 800 വർഷം മുമ്പുള്ളതായ ബൈബിളിൽ ഇന്ന കാര്യം പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവരതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തണ്ടേ? ഇവരടുത്ത് യഥാർത്ഥ മാനിഫെസ്റ്റോ വേണ്ടേ? കയ്യെഴുത്ത് പ്രതി വേണ്ടേ? സത്യസന്ധമായ പുതിയ നിയമത്തിൻ്റെ സത്യസന്ധമായ രേഖകൾ അടങ്ങുന്നതായ മാനിഫെസ്റ്റോ അവരെ കയ്യിൽ വേണ്ടേ? അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ നമ്മളോട് പറയേണ്ടത്? അതവർ ചെയ്യുന്നില്ല. അവർക്ക് ഖുറാൻ്റെ പോലും മാനിഫെസ്റ്റോ ഒന്നുമില്ല. നാം ഇന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ബൈബിളിലെ സകല മാനിഫെസ്റ്റോയും ഇപ്പോഴും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും റോമയിലും ഇപ്പോഴുണ്ട്, പലസ്തീനിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഖുർആൻ്റെ
മാനിഫെസ്റ്റോ എവിടെയാണുള്ളതെന്ന് അവർ വെളിപ്പെടുത്തട്ടെ, എവിടെയാണുള്ളതെന്ന്. ഇനി അടുത്ത വാക്യം എന്താണ് ഖുർആനിൽ പറയുന്നത്? മായിദ 5:51, സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റുമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവരാകുന്നു. ഇതിൽ കൂടുതൽ ഇനി എന്തൊരു ശത്രുതാ മനോഭാവമാണ് ഇനി വേണ്ടത്? തീർന്നില്ല. നമുക്ക് ഹദീസ് ഒന്ന് എടുത്തു നോക്കാം. കാരണം മുഹമ്മദ് നബിയുടെ ജനനവും മരണവും ഒന്നും ഖുറാനിലില്ല. അത് നമ്മൾ ഖുറാൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ് ജനിച്ചതെന്നൊന്നും നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയില്ല. മരിച്ചതും നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയില്ല. പക്ഷേ യേശു ജനിച്ചതും മരിച്ചതും എല്ലാ സംഭവങ്ങളും ബൈബിളിൽ കാണാൻ പറ്റും. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരാണ് എഴുതുന്നത്. ഇവിടെ ബുഖാരി, അത് ഹദീത്ത് 427, ബുക്ക് നമ്പർ 1, അതിൽ പറയുന്നത് ആയിഷ നിവേദനം. അതിൽ പറയുന്നു, നബിക്ക് മരണരോഗം വന്നു കിടന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശപിച്ചു. എന്താണ് ശപിച്ചത്? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിക്കട്ടെ. എന്താണ്? മുഹമ്മദ് നബി മരണക്കിടക്കയിലാണ്, മരണശയ്യയിലാണ്. ആ ശയ്യയിൽ കൊടുന്നുകൊണ്ട് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വിളിച്ചു പറയുകയാണ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിക്കട്ടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് ആ മരണ സമയത്ത് വിളിച്ചു പറഞ്ഞെന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. ഇതാണ് യേശുവും മുഹമ്മദ് നബിയും തമ്മിൽ രണ്ട് ധ്രുവങ്ങളാണ്. കർത്താവ് പറയുന്നു നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന്. മുഹമ്മദ് നബി പറയുന്നു നിങ്ങൾ ശത്രുവിനെ നിഗ്രഹിക്കുക, ശത്രുവിനെ വെച്ചേക്കരുത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതായ രണ്ട് അഭിപ്രായങ്ങൾ ഈ നിലനിന്ന് വരുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ശത്രുത മനോഭാവം, അക്രമവും അനീതിയും നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയാതെ ഇന്നും അത് ലോകത്ത് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.